ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിറന്റ് വിത്ത് SCRT SS. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ SCRT പ്രകാരമുള്ള 9ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ലോകത്തിൻ്റെ നെറുകയിൽ. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തര പർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതലപ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലേക്ക് ആദ്യകാലങ്ങളിൽ ഒരുപാട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വടക്ക് ഭാഗം, വടക്ക് കിഴക്ക്, കിഴക്ക് പടിഞ്ഞാറ്, മധ്യഭാഗം എന്നിവയൊക്കെ എങ്ങനെയൊക്കെയാണ് വൈവിധ്യമായി തീർന്നിട്ടുള്ളത്, പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയും വിധം തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? 1. ഉത്തര പർവ്വത മേഖല. 2. ഉത്തരേന്ത്യൻ സമതലം. 3. ഉപദ്വീപീയ പീഠഭൂമി. 4. ഇന്ത്യൻ മരുഭൂമി. 5. തീരസമതലങ്ങളും ദ്വീപുകളും. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഭാഗങ്ങൾ കൂടിച്ചേർന്നതാണ്, എന്തൊക്കെയാണ് ഇവയിലെ പ്രധാന സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ഭൂപടം ഒരു ഔട്ട്ലൈൻ മാപ്പ് തന്നതിന് ശേഷം സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകതകളൊക്കെ തന്നെയും നമുക്ക് ഭൂപടത്തിൽ അടയാളപ്പെടുത്താനായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഭൂപടത്തിൽ നമ്മൾ ഇതൊക്കെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളെ 5ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉത്തര പർവ്വതമേഖല, ഉത്തരേന്ത്യൻ സമതലം, പടിഞ്ഞാറൻ തീരസമതലം, അതേപോലെ തന്നെ കിഴക്കൻ തീരസമതലം. തീരസമതലങ്ങളെ 2ആയി തരംതിരിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പടിഞ്ഞാറ് അറബിക്കടലുമായി ചേർന്നിരിക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ കിഴക്കുഭാഗത്ത് കിഴക്കൻ തീരസമതലം. ഓക്കെ, അതുപോലെ തന്നെ അറബിക്കടലില് ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടലില് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ. ഇനി മരുഭൂമികൾ, അതുപോലെ തന്നെ ഉപദ്വീപീയ
പീഠഭൂമികൾ. ഇങ്ങനെ 5 ഭൂപ്രദേശങ്ങളാണ് നമുക്ക് പ്രധാനമായും ഇവിടെ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ ഭൂപ്രദേശങ്ങളിലേക്കും വരുന്ന ഉപവിഭാഗങ്ങൾ അല്ലേ, അതും നമുക്ക് നോക്കാനുണ്ട്. ഇങ്ങനെ ഒരു ഭൂപടം നൽകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ദിശ തിരിച്ചറിയാൻ സാധിക്കണം. അതുപോലെ തന്നെ ഓരോ നിറങ്ങളും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കൂ, നദികൾ നീല നിറത്തിലാണ്, ബ്രൗൺ നിറാണെങ്കിൽ പർവ്വതനിര. ഇനി ഉയരം കാണിക്കുന്നതിനായിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമുണ്ട്. അതുപോലെ വൈറ്റ് എന്താണ്, ഇങ്ങനെയുള്ള സൂചനകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തന്നെ ഇവിടെ ദിശ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇത് പ്രധാനമായിട്ടുള്ള 4 ദിശകളാണ്. കൂടാതെ നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അതായത് വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്കു പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള ദിശകളും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, മുകൾ ഭാഗം വടക്ക് അല്ലേ, താഴ്ഭാഗം തെക്ക്, നോർത്ത് സൗത്ത് ആണല്ലോ. ഇനി വലതു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? കിഴക്കാണ്, ഈസ്റ്റാണ് കിഴക്ക്. നമ്മുടെ ഇടതുഭാഗം ഏതാണ്? വെസ്റ്റ് പടിഞ്ഞാറ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉപദിശകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വടക്ക് കിഴക്ക്, തെക്കു കിഴക്ക്, തെക്കു പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ഓക്കെ, ദിശ നമുക്ക് കണ്ടെത്തണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു, ഉപദിശകൾ കൊടുക്കുന്നു അല്ലേ, ആണല്ലോ. അപ്പോൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഉപദിശകളും നിങ്ങളൊന്ന് നോക്കുക. ഓരോ ഭൂപ്രദേശങ്ങളിലുമായി വരുന്ന ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ അല്ലേ. ഇനി അടുത്തത് ഉത്തരേന്ത്യൻ സമതലം. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്നത് ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കിഴക്കൻ കുന്നുകൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാനുണ്ട്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ പർവ്വതനിര. പാമീർ പർവ്വതനിരയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഉത്ഭവിച്ച് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയപ്പെടുന്നത്. നൽകിയിട്ടുള്ള ഭൂപടം അഥവാ ചിത്രം 1 പരിശോധിച്ച ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കൂ. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കുല്ലുൽ കൊടുത്തിട്ടുണ്ട്, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്, ഇതാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായി വരുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഉത്തര പർവ്വത മേഖല. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എത്രയായി തരംതിരിക്കാം? 3. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് മടക്കുപർവ്വതങ്ങൾ.
ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം അഥവാ ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ ഫോൾഡ് മൗണ്ടെയ്ൻസിനുള്ള എക്സാമ്പിൾസ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂപടം വിശകലനം ചെയ്ത് ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ കണ്ടെത്തി നമ്മുടെ അറ്റ്ലസിൽ രേഖപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ഭൂപടം നിരീക്ഷിച്ചുകൊണ്ട് ഏതൊക്കെയാണ് 900 മീറ്ററിന് മുകളിൽ വരുന്ന പർവ്വതനിരകൾ എന്ന് കണ്ടെത്തി അടയാളപ്പെടുത്തുക. ഓക്കെ, ഈ ബ്രൗൺ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതൊക്കെ എന്താണ്? ഈ പർവ്വതനിരകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അടുത്തത് ഹിമാലയ പർവ്വത നിരകൾ. ഉത്തരപർവ്വത മേഖലകളെ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ അല്ലെ. അതേതൊക്കെയാണെന്ന് നോക്കാം. ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതെല്ലാമാണെന്ന് ചിത്രം 1-2 നിരീക്ഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അതായത് നമുക്ക് ഇവിടെ സൂചിക തന്നിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നത് ഒരു ബ്രൗൺ നിറത്തിൽ കാണുന്നതാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങള്, വയലറ്റ് നിറത്തിൽ കാണുന്നതാണ് ഹിമാലയത്തിന്റെ ഭാഗങ്ങള്, ഗ്രീൻ നിറത്തിൽ കാണുന്നതാണ് കിഴക്കൻ കുന്നുകളുടെ ഭാഗമായി വരുന്നത്. അതായത് ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ. ഓക്കെ, ഹിമാലയത്തിന്റെ ഭാഗങ്ങളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നിങ്ങൾ നോക്കൂ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തുടങ്ങി കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിമാലയത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. നെക്സ്റ്റ് കിഴക്കൻ കുന്നുകൾ ഏതൊക്കെയാണ്? ഗാരോ, ഗാസി, ജയന്തിയ കുന്നുകൾ, അതുപോലെ തന്നെ പത്കായ്ബം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ. ഇതാണ് ഏതിന്റെ ഭാഗമായി വരുന്നത്? കിഴക്കൻ കുന്നുകളുടെ ഭാഗമായി വരുന്നത്. അതിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ട്രാൻസ് ഹിമാലയം ഏതു പേരിലും അറിയപ്പെടുന്നുണ്ട്? ടിബറ്റൻ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ഉണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും തുടങ്ങുന്നതാണ് ഏത്? കാരക്കോറം നിരകൾ. ക്ലിയർ? ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഈ സമാന്തര നിരകൾ 3ഉം ചേർന്നതാണ് ഹിമാലയം. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗങ്ങളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഭൂപടം അഥവാ ചിത്രം 1-2 നിരീക്ഷിച്ച ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ നിരകളുടെ സ്ഥാനം കണ്ടെത്തി അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പട്ടികപ്പെടുത്തുക. ഇതിന് ആൻസർ ഞാനിവിടെ ആഡ് ചെയ്യാം. ഹിമാലയൻ മേഖലകളും കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഹിമാചൽ അഥവാ ലെസർ ഹിമാലയ, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്. ശിവാലിക് അഥവാ ഔട്ടർ ഹിമാലയ, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്.
നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞു. ഓക്കെ, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയ എന്നും വിളിക്കുന്നു. അതായത് സിവാലിക് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഔട്ടർ ഹിമാലയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചൽ അറിയപ്പെടുന്ന പേര് ലെസ്സർ ഹിമാലയം എന്നാണ്. ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. നിങ്ങൾ ഇവയുടെ ഉയരവും അതുപോലെ തന്നെ ഇവയുടെ വീതിയും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. സിവാലിക്കാണ് ഏറ്റവും തെക്കായി കാണപ്പെടുന്നത്. ഗംഗാ സമതലത്തിന് അതിരായിട്ടാണ് സിവാലിക് നിലകൊള്ളുന്നത്. സെൻട്രലിൽ വരുന്ന ഭാഗമാണ് ഏത്? ഹിമാചൽ. ഹിമാചൽ അറിയപ്പെടുന്നത് ലെസ്സർ ഹിമാലയ എന്നും ആണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഏതിൽ ഉൾപ്പെടുന്നത്? ഹിമാദ്രിയിൽ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രി നിരകളിലാണ്. അപ്പോൾ ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്നത് ഹിമാദ്രി, ഹിമാചൽ ലെസ്സർ ഹിമാലയ, ഔട്ടർ ഹിമാലയ സിവാലിക്. ഓക്കെ ആണല്ലോ? നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പോവുക. പിന്നീട് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. കാരണം വരുന്ന യൂണിറ്റുകൾ, പാഠഭാഗങ്ങളൊക്കെയും ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് സംശയമുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, ഹിമാലയത്തിൻ്റെ പിറവി. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ടെക്ടോണിക് പ്ലേറ്റ്സ്, ശിലാമണ്ഡല ഫലകങ്ങൾ. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഈ ഒരു ഭാഗം നമുക്ക് മുമ്പത്തെ SCERT അഥവാ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ഭൂമിയെ 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കാൻ സാധിക്കുന്നത്: ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. മാന്റിൽ രണ്ടാമത്തേത്. മാന്റിലിനെ നമ്മൾ 2ആയി തരംതിരിക്കും. അതുപോലെ തന്നെ കാമ്പ് അഥവാ കോർ, അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും നമ്മൾ അതിനെ തരംതിരിക്കാറുണ്ട്. നമ്മൾ ഭൂമിയുടെ ഭാഗങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറയുന്നത് ബോയിൽഡ് എഗ്ഗാണ്, പുഴുങ്ങിയ മുട്ടയോടാണ് നമ്മൾ ഇതിനെ ഉപമിക്കാറുള്ളത്. അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുട്ടയുടെ തോടിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഉള്ളിലെ വൈറ്റ്, വെള്ളയുടെ ഭാഗം എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിലാണ് നമ്മൾ മാന്റിലിനെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഉള്ളിലുള്ള ഉണ്ണി അല്ലേ, മഞ്ഞ കരു, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? എന്തിനോടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? കാമ്പ് അഥവാ കോറായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൂമിയുടെ 3 ഭാഗങ്ങളാണ് പറഞ്ഞത്. അതിലെ ഏറ്റവും മുകളിലെ 2 ഭാഗമാണ് ഏതായിട്ട് നമ്മൾ പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാന്റിലും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവ സമുദ്രം അല്ലേ, അല്ലെങ്കിൽ കരഭാഗമാവും, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന തരത്തിലും നമുക്കിവയെ
കാണാൻ സാധിക്കുന്നതാണ്. 8ാം ക്ലാസ്സിൻ്റെ ആ ഒരു ഭാഗം ഞാനിവിടെ ആഡ് ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ അതൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഭൂമിയെ 3 പാളികളാക്കിയിട്ട് നമ്മൾ തിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. കാമ്പിനെ 2ആയി തരംതിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പുറക്കാമ്പ്, അകക്കാമ്പ്. എന്തൊക്കെയാണ് ഇവയുടെ സവിശേഷതകൾ എന്ന് നോക്കാം. ഭൂവൽക്കം, ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടിനെയാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ കനം അഥവാ അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളാക്കിയിട്ട് ഭൂവൽക്കത്തെ തിരിക്കുന്നു. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും, അതായത് കരഭാഗവും കടൽ ഭാഗവും. എന്താണ് വൻകര ഭൂവൽക്കം, എന്താണ് സമുദ്ര ഭൂവൽക്കം അഥവാ ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്? സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും, സിയാൽ സിലിക്ക, അലൂമിനിയം, സിയാൽ എന്നും, സിലിക്കയും മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും, മഗ്നീഷ്യം, സിലിക്ക. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും പറയുന്നു. അപ്പോൾ ക്രസ്റ്റിനെ 2ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി, അതായത് 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിനെ 2ആയി തരംതിരിക്കുന്നു. ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. ഓക്കെ, ഉപരി മാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ പാളിയാണ്. ഇവ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അധോ മാൻഡിൽ, ഉപരി മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധ ദ്രവാവസ്ഥയിലാണ്. അപ്പോൾ ഉപരി മാൻഡിലും അധോ മാൻഡിലും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കോർ അഥവാ കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 2ആയി തരംതിരിക്കുന്നു. പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുക്കിയ അവസ്ഥയിലാണ്. ഭൂമിയിലെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് ഏതു പേരിൽ അറിയപ്പെടുന്നു? നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതു പേരിൽ അറിയപ്പെടുന്നു? നിക്കൽ Niയും അയണ് ഫെറം എന്നാണ് പറയുക, അത് Feയും. അപ്പോൾ നിഫെ എന്ന് അറിയപ്പെടുന്നു. നോക്കൂ, എർത്ത് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 3 ലെയേഴ്സ് അല്ലേ. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ക്രസ്റ്റ്, ദി കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് ക്രസ്റ്റ്. അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക്. എത്ര കിലോമീറ്റർ മാത്രമാണ്? 40 കിലോമീറ്റർ മാത്രമാണ്. അതിനെ വീണ്ടും 2 പാർട്സ് ആക്കുന്നുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. നമുക്കറിയാം കരഭാഗവുമുണ്ട് കടൽ ഭാഗവുമുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്? എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ്? സിലിക്ക ആൻഡ് അലൂമിനിയം ആർ ദി ചീഫ് കോണ്ടിനെന്റ്സ്. ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിയാൽ. സിലിക്ക ആൻഡ് അലൂമിനിയമാണ് ഇതിലെ മേജർ പാർട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് സിയാൽ. വാട്ട് ഈസ് ഓഷ്യാനിക് ക്രസ്റ്റ്? As silica and magnesium are the chief continents. ഏതൊക്കെയാണ്? സിലിക്ക ആൻഡ് മഗ്നീഷ്യം. Oceanic crust is also known as Sima. Mantle, located beneath the crust. ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. Extends up to 29,000 കിലോമീറ്റർ ഫ്രം ദി crust.
അതായത് ക്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം 40 കിലോമീറ്റർ മുതൽ 29,000 കിലോമീറ്റർ വരെയുള്ള ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാൻറ്റിൽ. ഓക്കെ, ഇതിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അപ്പർ മാൻറ്റിൽ ആൻഡ് ലോവർ മാൻറ്റിൽ. ദി അപ്പർ മാൻറ്റിൽ മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്സ് ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്സ്. ഖരാവസ്ഥയിലാണ് ഏത് കാണപ്പെടുന്നത്? അപ്പർ മാൻറ്റിൽ. ലോവർ മാൻറ്റിൽ ലൊക്കേറ്റഡ് ബിനീത്ത് ദി അപ്പർ മാൻറ്റിൽ. അപ്പർ മാൻറ്റിലിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. ഈസ് ഇൻ എ സെമി ലിക്വിഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ പറഞ്ഞാൽ അർദ്ധ ദ്രവാവസ്ഥയിലാണ്. നല്ല ദ്രാവകാവസ്ഥയിലുമല്ല, എന്നാൽ ഖരാവസ്ഥയിലുമല്ല അല്ലേ. സെമി ലിക്വിഡ് സ്റ്റേറ്റ്സിലാണ് ലോവർ മാൻറ്റിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് കോർ. സെൻട്രൽ പാർട്ട് ഓഫ് ദി എർത്ത്. നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കോർ എന്ന് പറയുന്നത്. ഫ്രം 29,000 കിലോമീറ്റർ ടു 6371 കിലോമീറ്റർ അല്ലേ. അതായത് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയുള്ള ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കോർ എന്ന് അറിയപ്പെടുന്നത്. കോർ ആർ ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ദി മെറ്റീരിയൽ ഇൻ ദി ഔട്ടർ കോർ ആർ ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ്. ഉരുക്കിയ അവസ്ഥയിലാണ് ഇതിൻ്റെ സെൻട്രൽ പാർട്ട് അഥവാ ഔട്ടർ കോർ അറിയപ്പെടുന്നത്. ഡ്യൂ ടു ദ ഹൈ പ്രഷർ പ്രിവൈലിംഗ് അറ്റ് ദി സെൻറ്റർ ദ ഇന്നർ കോർ ഈസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്സ്. അതായത് ഉരുക്കിയ അവസ്ഥയിലാണ് ഔട്ടർ കോർ എങ്കിൽ ഇന്നർ കോർ ഏറ്റവും സെൻട്രൽ ഏത് അവസ്ഥയിലാണ് ഭൂമിയുടെ ഉൾഭാഗം കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റ്സിലാണ് അഥവാ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. As it's mainly made up of the mineral nickel and iron. ഓക്കെ, അയണിനെ നമ്മൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Fe എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നിക്കൽ അല്ലേ, നിക്കലും അയണുമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് കോർ അല്ലെങ്കിൽ ഇന്നർ കോറിനെ നമ്മൾ എന്ത് പറയുന്നു? നിഫെ എന്നും പറയുന്നു. ക്ലിയർ? അപ്പോൾ ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ ഈ 3 എണ്ണത്തിനെയും നമ്മൾ പിന്നീട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലേ. അപ്പർ മാൻറ്റിൽ, ലോവർ മാൻറ്റിൽ. കോറിനെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ്. മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിലെ അഡീഷണൽ പോയിൻറ്റ്സ് ആണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. സോ അത് നല്ല രീതിയിലൊന്ന് വായിച്ച് നോക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ലിത്തോസ്ഫിയർ ആൻഡ് എസ്തനോസ്ഫിയർ എന്നുള്ളതാണ്. ദി ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പാർട്ട് ഓഫ് ദി മാൻറ്റിൽ ടുഗദർ ആർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലാമണ്ഡലം എന്നുള്ളതാണ്. ക്രസ്റ്റും മാൻഡിലിൻ്റെ മുകൾ ഭാഗമായ അപ്പർ മാൻഡിലും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത് അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ടുഗദർ ആർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ദി പാർട്ട് ബിനീത്ത് ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായി വെർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ ദ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. അതായത് അവിടെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്ക് ലാവ എന്ന് പറയാം. ഉരുകിയ അവസ്ഥയിൽ എങ്കിൽ കംപ്ലീറ്റ്ലി ഉരുകിയ അവസ്ഥയിലല്ല, പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ഭാഗം. ഓക്കെ, ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ്. അതിനെ നമ്മൾ ലാവ എന്ന് പറയുന്നു. ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻ. അതായത് അഗ്നിപർവ്വതം ഉണ്ടാകുന്ന സമയത്ത് ഈ ലാവയാണ്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലാവയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഹിമാലയത്തിൻ്റെ പിറവി. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടായിരിക്കും? ഭൗമ ശിലാപാളികളുടെ ചലനം, പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അസ്തനോസ്ഫിയർ എന്താണെന്ന് പറഞ്ഞു അല്ലേ.
അപ്പോൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ഈ ശിലാമണ്ഡല പാളികൾ ഏതൊക്കെയാണ്? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാമണ്ഡല പാളികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഒന്ന് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക, എങ്ങോട്ടാണ് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സംയോജക സീമകളിൽ ഞാൻ പറയുന്ന കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സംയോജക സീമകളിൽ 2 ശിലാപാളികൾ കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശിലാപാളി സാന്ദ്രത കൂടുതലായിരിക്കും, മറ്റതിന് സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഒരു ശിലാപാളി താഴത്തേക്ക് പോവാം, അല്ലെങ്കിൽ ഒന്ന് മുകളിലേക്ക് വരാം. അതുമല്ലെങ്കിൽ 2 ശിലാപാളികളും കൂട്ടിയിടിച്ച് മുകളിലേക്ക് ഉയർന്നു വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെ സംയോജക സീമകളിൽ ഉണ്ടാകുന്ന ഈ ഒരു വലനം ഫോൾഡിംഗ് ആണ്. ഈ ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് മടങ്ങി ഉയർന്നു വരുന്നവയാണ് മടക്കുപർവ്വതങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ചില സമയങ്ങളിൽ ശിലാമണ്ഡല പാളികൾ കൂട്ടിയിടിച്ച രണ്ടും താഴ്ന്നു പോകാനുള്ള സന്ദർഭവും ഉണ്ട്. ഇവ നിമഞ്ജന മേഖലകൾ എന്നറിയപ്പെടുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഭൂരൂപം സമുദ്രാന്തർഗർത്തങ്ങളാണ്. മടക്കുപർവ്വതത്തിനുള്ള ഉദാഹരണമാണ് ഹിമാലയം. ഓക്കെ, ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വിയോജക സീമ. വിയോജക സീമ എന്ന് പറയുന്നത് കൂട്ടിമുട്ടുകയല്ല, അകലുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി നമ്മുടെ ഉള്ളിലുള്ള ഭൂമിക്ക് ഉൾഭാഗത്തുള്ള ലാവ പുറത്തേക്ക് വരാൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നതിന് ഭാഗമായി പുറത്തേക്ക് വരുന്നതിനും ഈ തണുത്തുറഞ്ഞ പർവ്വത രൂപീകരണം സാധ്യമാകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളതാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇവ കാണപ്പെടുന്നത്. അടുത്ത ഭാഗമാണ് ഛേദക സീമ. ഇവർ പരസ്പരം അടുക്കുകയോ അകലുകയല്ല ചെയ്യുന്നത്. ഇവരെങ്ങനെയാണ് കൂട്ടി ഇടിച്ച് എതിർദിശയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഈ 2 ഫലകാതിരുകളും ദുർബലമായിരിക്കും. എന്താണ് കൂട്ടിയിടിച്ച് തെന്നി നീങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലകാതിരുകൾ ദുർബലമായിരിക്കും. ഇതിനുള്ള ഒരു ഉദാഹരണമാണ് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശ മേഖല. മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണ്, ഒന്ന് വായിച്ചു നോക്കുക. ഈ ഭ്രംശമേഖല എന്ന് പറയുന്നത് ഈ ഛേദക സീമയുടെ ഫലമായിട്ട് ഫലകാതിരുകൾ കൂട്ടിയിടിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ഭ്രംശമേഖല എന്ന് പറയുന്നത്. ഈ ചലനത്തിന്റെ ഭാഗമായി കൂട്ടിയിടിക്കുന്ന ഫലകാതിരുകൾ ദുർബലമായതിനാൽ ഇവിടെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഫലകചലനങ്ങളുടെ 3 വീഡിയോസ്, റെഫറൻസ് വീഡിയോസ് പ്ലേലിസ്റ്റിൽ 9th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്കുപർവ്വതങ്ങൾ. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിൽ ആയിരുന്നു. പിന്നീട് ഇത് വടക്കോട്ടു നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അതായത് ഇന്ത്യൻ ഫലകം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ദക്ഷിണാർദ്ധഗോളവും ഉത്തരാർദ്ധഗോളവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് തെന്നി നീങ്ങിയിട്ട് യുറേഷ്യൻ ഫലകത്തിൻ്റെ അടുത്തെത്തുന്നു അല്ലെ, വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഇവ രണ്ടും കൂട്ടിയിടിച്ച് അതിനിടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നതാണ് ഏത് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. യുറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും സംയോജക സീമയുടെ ഫലമായിട്ട് അടുക്കുന്നു. അതിൻ്റെ അടിയിൽ നിന്നും ടെതിസ് സമുദ്രം മുകളിലേക്ക് ഉയർന്ന് മടങ്ങി വലനം സംഭവിക്കുന്നു, ഫോൾഡിംഗ് സംഭവിക്കുന്നു. അങ്ങനെ ഉയർന്നു വന്നതാണ് ഹിമാലയ പർവ്വതം. ഓക്കെ, ഇതാണ് ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, സത്ലജ്
തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ എന്താണ് അപരദനം എന്നറിയണം. നല്ല ഒഴുക്കുള്ള പുഴകളിൽ, നദികളിൽ ഈ ഒഴുക്കിൻ്റെ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഇവ വഹിച്ചു കൊണ്ടുപോകും. ഇവ നദികളുടെ അടിത്തട്ടിലും വശങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. ഇങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള ാണ് ഗിരികന്ധരങ്ങൾ എന്നറിയപ്പെടുന്നത്. ആഴമേറിയതാവും അതുപോലെ തന്നെ ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായിട്ടുള്ള താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.